നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വ്യാജ ലഹരി കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ലിവിയ ജോസിനെ വിദേശത്തു നിന്നും മുംബൈയിലേക്ക് വരുന്ന വഴി മുംബൈ എയർപോർട്ടിൽ നിന്നും പിടികൂടി. റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് പരിക്ക്. KSTA ചാലക്കുടി ഉപജില്ലാ പഠന ക്യാമ്പ് നടത്തി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സെമിനാറും അനുമോദിക്കലും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വ്യാജ ലഹരി കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ലിവിയ ജോസിനെ വിദേശത്തു നിന്നും മുംബൈയിലേക്ക് വരുന്ന വഴി മുംബൈ എയർപോർട്ടിൽ നിന്നും പിടികൂടി. ചാലക്കുടി പോട്ട സ്വദേശി ബ്യൂട്ടി പാർലർ സംരംഭകയായ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയ കേസിലെ പ്രതിയായ കാലടി മറ്റൂർ സ്വദേശി വരയിലാൻ വീട്ടിൽ 23 വയസ്സുള്ള ലിവിയയെയാണ് പ്രത്യേക അന്വേഷണ സംഘം പോലീസ് പിടികൂടിയത്. 2021 ഫെബ്രുവരി 27 ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് LSD സ്റ്റാമ്പുകളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ചാലക്കുടി എക്സൈസ് പിടിച്ചെടുത്തത്. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്തു. ഈ കേസിൽ ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടന്നിരുന്നു. എന്നാൽ രാസപരിശോധനയിൽ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. തുടർന്ന് ഷീല സണ്ണിയെ പ്രതിസ്ഥാനത്തു നിന്നും ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷീല സണ്ണിയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കുന്നതിനായി ഗൂഢാലോചന നടന്നതായി വ്യക്തമായതിനെ തുടർന്ന് കേസിൽ ലിവിയയെയും എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി നാരായണീയം വീട്ടിൽ നാരായണദാസ് 58 വയസ്സ് എന്നയാളെയും പ്രതി ചേർക്കുകയായിരുന്നു. നാരായണദാസിനെ ഏപ്രിൽ 28 ബാംഗ്ലൂർ ബൊമ്മനഹള്ളിയിൽ നിന്നും പിടികൂടിയിരുന്നു. ലിവിയയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് പരിക്ക്. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വഴിയമ്പലത്തിനും പുത്തുക്കാവ് സ്റ്റോപ്പിനും ഇടയിൽ റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ വീണാണ് സ്കൂട്ടർ യാത്രക്കാരിയായി യുവതിക്ക് പരിക്കേറ്റത്. ശനിയാഴ്ചയായിരുന്നു അപകടം. യുവതി കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. റോഡിൽ രൂപപ്പെട്ട കുഴി പ്രദേശവാസികൾ മണ്ണിട്ട് നികത്തിയെങ്കിലും ശക്തമായ മഴയിൽ വീണ്ടും കുഴി രൂപപ്പെട്ടു. ദേശീയപാതയിൽ നിന്നും ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, മാട തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന റോഡുകളിലൊന്നായ ഈ റോഡിൽ ദിനംപ്രതി നിരവധി പേരാണ് കടന്നുപോകുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിലെ കുഴികൾ അടച്ച് എത്രയും പെട്ടെന്ന് അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ ഫാദർ ജോബി കുര്യൻ വട്ടക്കുന്നേലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ്, 10:30 ഫാദർ അമൽ മാളിയേക്കലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, ഫാദർ ജിജി കുന്നേലിന്റെ സന്ദേശം, തുടർന്ന് പ്രദക്ഷിണം, തിരുസ്വരൂപം, ആൾത്താരയിൽ തിരികെ പ്രതിഷ്ഠിക്കൽ, നേർച്ച സദ്യ എന്നിവയുണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സെമിനാറും അനുമോദിക്കലും സംഘടിപ്പിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സെമിനാറും 5 സ്റ്റാർ അമൃതം ഫുഡ് സപ്ലിമെന്റ് സംരംഭകരെ അനുമോദിക്കലും സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ പരിപാടി റിട്ടയേർഡ് BARC സയന്റിസ്റ്റ് ഡോക്ടർ MP രാജൻ ഉദ്ഘാടനം ചെയ്തു. 22ാം വാർഡ് മെമ്പർ ഷൈനി ബാബു അധ്യക്ഷത വഹിച്ചു. ജാൻസി ദേവസി മുഖ്യപ്രഭാഷണം നടത്തി.
കുടുംബശ്രീ ജെൻഡർ RP ശാലിനി ജോയ്, TR ഔസേപ്പുട്ടി, കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാലൻ, ലിനോ മൈക്കിൾ, PG ശിവൻകുട്ടി, ഷീല രാജൻ, ഷൈജ ഹുസൈൻ, ലിയ ബൈജു, ജയ PR, സീതാകുമാരൻ, TD ശ്രീധരൻ, ട്രസ്റ്റ് സെക്രട്ടറി ഷാജു കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മറ്റത്തൂർ പഞ്ചായത്ത് 22-ാം വാർഡിൽ +2-ന് ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ 10-50 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ NSS യൂണിറ്റ് ലോക രക്തദാന ദിനാചരണത്തിൻ്റെ ഭാഗമായി തൃശൂർ IMA ബ്ലഡ് ബാങ്കിൻ്റെ സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, IMA ബ്ലഡ് ബാങ്ക് ടെക്നിക്കൽ സൂപ്പർവൈസർ സുരേഷ് ബാബു TS, IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ, സ്റ്റുഡൻറ് കോർഡിനേറ്റർ അർജുൻ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. KSTA ചാലക്കുടി ഉപജില്ല പഠന ക്യാമ്പ് നടത്തി. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം CM ബബീഷ് ഉദ്ഘാടനം ചെയ്തു. KSTA ഉപജില്ലാ പ്രസിഡന്റ് PS ശ്രീമോൾ അധ്യക്ഷത വഹിച്ചു. KSTA ഉപജില്ലാ സെക്രട്ടറി VB സിന്ധു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജി C പോൾസൺ, KSTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KN വിവേക്, ഉപജില്ലാ ട്രഷറർ MG സംഗീത എന്നിവർ സംസാരിച്ചു. യാതൊരുവിധ സാമാന്യ മര്യാദകളോ അന്താരാഷ്ട്ര നിയമങ്ങളോ ഒന്നും പാലിക്കാതെയുള്ള ആക്രമണങ്ങൾ നടന്നു. നമുക്ക് കേൾക്കുമ്പോൾ തോന്നാം ഇസ്രായേൽ ഇറാൻ. സ്കൂൾ വിദ്യാർത്ഥികൾ മഴയത്ത് വിവിധ വർണ്ണത്തിലുള്ള കുടകൾ പിടിച്ച് പാട്ടിനൊത്ത് ചുവടുവെച്ചത് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. തലോർ സെന്റ് തെരാസിറ്റാസ് UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മഴയത്ത് വിവിധ നിറങ്ങളിലുള്ള കുടകൾ പിടിച്ചുകൊണ്ട് ഒരു അടിപൊളി ഡാൻസ് കളിച്ചത്. സ്കൂളിലെ അധ്യാപകനായ ജനിൽ ജോൺ ആണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. നാഷണൽ ഹൈവേയിലെ ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ എന്നിവിടങ്ങളിലെ അടിപ്പാത മേൽപ്പാല നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെയും മെല്ലെപ്പോക്കിന് എതിരെയും നിർമ്മാണ പ്രവർത്തനത്തിൽ സ്ഥലം MP, MLA എന്നിവരുടെ അനാസ്ഥയ്ക്കെതിരെയും LDF കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ ജനകീയ കൂട്ടായ്മ CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, കൊരട്ടി പഞ്ചായത്ത് വികസന ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, LDF നേതാക്കളായ ഡെന്നിസ് K ആന്റണി, KP തോമസ്, KA ജോർജി, ജോർജ് B ഐനിക്കൽ, ഡേവിസ് മാംബ്ര, AA ബിജു, KK രാജൻ എന്നിവർ പ്രസംഗിച്ചു. ആ രോഗിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്തു. അത് സംബന്ധിച്ച നമ്മുടെ ചില ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,029 രൂപ, പവന് 72,160 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ ലഹരി കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ലിബിയ ജോസിനെ വിദേശത്തുനിന്നും മുംബൈയിലേക്ക് വരുന്ന വഴി മുംബൈ എയർപോർട്ടിൽ നിന്നും പിടികൂടി. റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് പരിക്ക്.
KSTA ചാലക്കുടി ഉപജില്ലാ പഠന ക്യാമ്പ് നടത്തി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സെമിനാറും അനുമോദിക്കലും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.